അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു. അല്ലാഹു തആല സുഖവും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഉളഹിയത്തിനെ കുറിച്ച് പറയാനാണ്. നാം നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉളഹിയത്ത് നിർബന്ധമായിരുന്നു. നമുക്ക് സുന്നത്തുൻ മുഅക്കദയാണ്, ശക്തിയായ സുന്നത്താണ്. രക്ഷിതാവിൻ്റെ സ്വത്തിൽ നിന്ന് കുട്ടിക്ക് വേണ്ടി അറുക്കാം. എന്നാൽ കുട്ടിയുടെ സ്വത്തിൽ നിന്ന് അറുക്കാൻ പാടില്ല. കൈയുള്ളവൻ അറിവ് ഒഴിവാക്കാമോ? ഒഴിവാക്കൽ ഖറാഅത്താണ്. മറ്റൊരു അഭിപ്രായമുണ്ട്, അറുക്കൽ നിർബന്ധമാണെന്ന അഭിപ്രായമുണ്ട്. കൈ ഉള്ള ആൾ അറിവ് നടത്തൽ നിർബന്ധമാണെന്ന അഭിപ്രായം പോലും പണ്ഡിതന്മാരുടെ ഇടയിലുണ്ട്. ഏതായാലും ഇരിക്കട്ടെ. ഉളഹിയത്തിന് വേണ്ട സാമ്പത്തിക എത്രയാണ്? പെരുന്നാൾ പകലും രാത്രിയും അവന് ആവശ്യമുള്ളതും ആ സീസണിലുള്ള വസ്ത്രവും കഴിച്ച് ബാക്കിയുണ്ടെങ്കിൽ സുന്നത്താണ്. എന്നാൽ അയ്യാമു തശ്രീക്കിൻ്റെ ദിവസത്തിന് കൂടിയുള്ള ചെലവ് വേണമെന്ന് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇനി നേർച്ചയാകാൻ കരുതിയാൽ മതിയോ അതോ ഉച്ചരിക്കൽ നിർബന്ധമാണോ? കരുതിയാൽ പോരാ, ഉച്ചരിക്കണം. എല്ലാ നേർച്ചയും ഇതുപോലെ തന്നെ ഉച്ചരിക്കണം. ഉളഹിയത്ത് ഉദ്ദേശിച്ചവന് വെള്ളിയാഴ്ച മുടി നഖം പോലത്തത് നീക്കം ചെയ്യാമോ? ഒരാൾ ഉളഹിയത്ത് അറിവ് നടത്താൻ നേർച്ചയാക്കിയാൽ നിർബന്ധമായി തീരും. ഏതായിരിക്കട്ടെ, ചിലപ്പോൾ സുന്നത്തായ രീതിയുണ്ട്, നിർബന്ധമായ ഒരു രീതിയുണ്ട്. നേർച്ചയാക്കിയാൽ നിർബന്ധമായി അറിവ് നടത്തൽ. ഇനി നേർച്ച ആക്കില്ലെങ്കിൽ അത് സുന്നത്തുൻ മുഅക്കദയാണ്. അപ്പോൾ ഇങ്ങനെ അറിവ് നടത്താൻ ഉദ്ദേശിച്ച ആള് വെള്ളിയാഴ്ച മുടി നഖം പോലത്തത് നീക്കം ചെയ്യാമോ? നല്ലൊരു ചോദ്യമാണ്. എല്ലാ ഭാഗങ്ങൾക്കും ദോഷം പൊറുക്കൽ ലഭിക്കാൻ വേണ്ടി നീക്കം ചെയ്യാതിരിക്കലാണ് നല്ലത്. എന്നാൽ വേദനയുള്ള മുഴയോ പല്ലോ നീക്കൽ അനുവദനീയമാണ്, അത് കുഴപ്പമില്ല. ഇനി അറിവ് നടത്തുമ്പോൾ സ്വയം അറുക്കലാണോ നല്ലത്, അല്ല വേറെ ആളെ ഏൽപ്പിക്കലാണോ? സ്വയം അറുക്കലാണോ നല്ലത്? ചോദ്യം. സാധിക്കുന്ന ആളാണെങ്കിൽ സ്വയം അറിവ് നടത്താൻ സാധിക്കുന്ന ആളാണെങ്കിൽ സ്വയം അറുക്കലാണ് നല്ലത്. സ്ത്രീകൾക്ക് മറ്റൊരാളെ ഏൽപ്പിക്കലാണ് ഉത്തമം. ഏൽപ്പിക്കുകയാണെങ്കിൽ ആരെയാണ് നല്ലത്? നമുക്ക് ഉളഹിയത്ത് ബലി കർമ്മം നടത്തണം, അറിവ് നടത്തണം. സ്വന്തമായി അറിവ് നടത്തുന്നില്ല, വേറെ ആളെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ഏൽപ്പിക്കുകയാണെങ്കിൽ ആരെയാണ് നല്ലത്? ഉളഹിയത്തുമായി ബന്ധപ്പെട്ട മസ്അലകൾ അറിയുന്ന വ്യക്തിയെ ഏൽപ്പിക്കുകയാണ് ഏറ്റവും നല്ലത്. ഇനി ഉളഹിയത്ത് നടത്തുന്ന മൃഗം കാട്ടുപോത്താണ്. കാട്ടുപോത്തിന് ഉളഹിയത്ത് അറുക്കാമോ? ചോദ്യം. കാട്ടുപോത്തിനെ ഉളഹിയത്ത് അറുക്കാമോ? ഒരിക്കലും പറ്റില്ല. ഉളഹിയത്ത് അറുക്കേണ്ട മൃഗം ഒട്ടകം, ആട്, മാട്. മാട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പോത്ത്, എരുമ, കാള, പശു എന്നിവയാണ്. അറിവ് നടത്തേണ്ട മൃഗം ഒട്ടകം ആയിരിക്കണം, അല്ലെങ്കിൽ ആടായിരിക്കണം, അല്ലെങ്കിൽ മാടായിരിക്കണം. മാട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പോത്ത്, എരുമ, കാള, പശു എന്നീ മൃഗങ്ങളാണ്. എന്നിവയാണ് ഉളഹിയത്തിന് പറ്റുന്ന മൃഗം. പിന്നീട് പറയുന്നു, ഉളഹിയത്ത് അറുക്കുന്ന മൃഗത്തിന് എത്ര വയസ്സ് വേണം?
ഒട്ടകം ആണെങ്കിൽ 5 വയസ്സ് തികയണം. മാടാണെങ്കിൽ 2 വയസ്സ്. മാട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പോത്ത്, എരുമ, കാള, പശു എന്നിവയാണ്. മാടാണെങ്കിൽ 2 വയസ്സ്. ഇനി അറവ് നടത്തുന്നത് കോലാടാണ്. കോലാടാണെങ്കിൽ 2 വയസ്സായിരിക്കണം. നെയ്യാടാണെങ്കിൽ 1 വയസ്സ് മതി. അവിടെ നെയ്യാടിൻ്റെ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്, നെയ്യാടിൻ്റെ മുൻപല്ല് കൊഴിഞ്ഞു പോയാലും മതി, അഥവാ 1 വയസ്സ് ആയില്ലെങ്കിലും സാരമില്ല. നെയ്യാടിൻ്റെ മുൻപല്ല് കൊഴിഞ്ഞു പോയാലും മതി. ഇനി അടുത്തത് 7 പേർക്ക് ഷെയർ കൂടാൻ പറ്റിയ മൃഗങ്ങൾ ഏതൊക്കെയാണ്? ഒട്ടകത്തിൽ 7 ആള് വരെ പങ്കാളിത്തം വഹിക്കാം. ഇനി മാടാണെങ്കിൽ, മാട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പോത്ത്, എരുമ, കാള, പശു അറവ് നടത്തുകയാണെങ്കിൽ 7 ആള് വരെ കൂടാൻ പറ്റും. ഒട്ടകത്തിലും പറ്റും. ഇനി 7 പേരും 7 ഉദ്ദേശത്തോടാണ് അറക്കുന്നതെങ്കിലും ശരിയാകും. ഇനി ഈ ഒരു ഒട്ടകത്തിൽ അല്ലെങ്കിൽ മാട് അറവ് നടത്തുമ്പോൾ 7 ആളുകൾ കൂടെയുണ്ട്. 7 വ്യക്തിയുടെ ഉദ്ദേശം 7 രൂപത്തിലാണ്, വേറെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ 7 പേരും 7 ഉദ്ദേശത്തോടെയാണെങ്കിൽ അങ്ങനെയാണ് അറവ് നടത്തുന്നതെങ്കിലും ആ അറവ് ശരിയാക്കും. ആട് ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ, അവിടെ ഷെയർ പറ്റില്ല. 8 പേര് കൂടി ഒരു മാടിനെ അറുത്താലോ? ആർക്കും ഉളഹിയത്തായി പരിഗണിക്കൂല. 8 ആൾ ചേർന്നിട്ടാണ് ഒരു മാടിനെ അറുക്കുന്നത്, അല്ലെങ്കിൽ ഒട്ടകത്തെ അറവ് നടത്തുന്നത്. എന്നാൽ ആർക്കും ഉളഹിയത്തായി പരിഗണിക്കൂല, ഉളഹിയത്തിൻ്റെ കൂലി ലഭിക്കുകയില്ല. ഒരു ആട് അറുക്കലോ അല്ലെങ്കിൽ മാടിൽ അല്ലെങ്കിൽ ഒട്ടകത്തിൽ ഷെയറാകലോ ഉത്തമം. അവിടെ ഷെയർ കൂടിയിട്ട് അറവ് നടത്തുന്നതിനേക്കാളും ഏറ്റവും ഉത്തമം ഒറ്റയ്ക്ക് ഒരു ആടിനെ അറവ് നടത്തലാണ്. ആടിൽ ഉളഹിയത്തും അഖീഖത്തും പറ്റുമോ? ഇനി അഖീഖത്ത് നമുക്ക് അറവ് നടത്താൻ ഒരു ഉദ്ദേശമുണ്ട്, ഉളഹിയത്തും നടക്കണം. അങ്ങനെ ഒറ്റൊരു ആടിൽ ഉളഹിയത്തും അഖീഖത്തും പറ്റുമോ? ഇബ്നു അജ്ർ റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ പറയുന്നത് പറ്റുകയില്ല എന്നാണ്. എന്നാൽ ഇമാം റംലി റളിയല്ലാഹു അൻഹു അവിടുത്തെ നിഹായിൽ പറയുന്നു പറ്റും എന്നാണ്.